ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ് കൊച്ചി ചിദംബരം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന റെഡ് കളർ ബോഗൻവില്ല നമ്മളൊന്ന് മാറ്റുകയാണ്. ഇതിപ്പോൾ നല്ല പൂവൊക്കെ ഉണ്ടായി കൊഴിഞ്ഞു പോയിട്ട് ശേഷം ഒരുപാട് കാലം ഈ ചട്ടി തന്നെ നിൽക്കുന്നു. അപ്പോൾ ഈ ചട്ടി ഒന്ന് മാറ്റാമെന്ന് കരുതി. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇനി നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലേക്ക് നല്ലോണം പൂക്കൾ ഉണ്ടാകുന്നതിന് മുന്നേ ഒന്ന് വളം ചെയ്തൊന്ന് ക്രോപ്പ് ചെയ്തൊക്കെ സെറ്റാക്കാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ ഇതേപോലെ ഒരു ചട്ടിയിലേക്കാണ് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ചകിരി, പിന്നെ നല്ല വളം ഉള്ള മണ്ണ് ഇടുക, മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലുപൊടി, വെപ്പുമിണ്ണാക്ക്, ചാണകപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് then കുറച്ച് ചപ്പ് ചവറ് ഇടുക. അപ്പോൾ പഴയ ചട്ടിയിൽ നിന്ന് അതിനെ എടുത്ത് മാറ്റി ചെറിയ ചട്ടി മീൻസ് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്, പക്ഷേ നമുക്ക് എപ്പോഴും അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല വെയിറ്റുള്ളൊരു ചട്ടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ മാറ്റി വെക്കുവാൻ പറ്റുന്ന രീതിയിൽ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ചട്ടി മാറ്റാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതേപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി തട്ടി കൊടുക്കുക. എന്നിട്ട് നേരെ പൊക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങോട്ട് വരും. ഫുള്ള് വേരൊക്കെ വന്ന് ടൈറ്റായി നിൽക്കും. ചട്ടിയിൽ നിന്ന് എടുത്താൽ നമ്മളെ ബോഗൻവില്ലയുടെ അടിവേരുകൾ, കുറേ വേരുകൾ വരുമല്ലോ. അപ്പോൾ അത് മൊത്തത്തിൽ ഒന്ന് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ട് റെഡി ആക്കിയതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ഉണ്ടാക്കി വെച്ച പുതിയ മണ്ണിലേക്ക് നമ്മൾ മാറ്റുക ചെയ്യുക. അപ്പോൾ കൂടുതൽ വളങ്ങൾ കിട്ടും. അപ്പോൾ ചെടി ഒന്ന് നല്ല രീതിയിൽ നന്നായി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ പഴയ ആ വേരുകളെല്ലാം എന്ത് ചെയ്യും, കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കും. ഈ ബോഗൻവില്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നില്ല. അതായത് ഇപ്പോൾ അത്യാവശ്യം ഒരു 4 വർഷം പഴക്കമുള്ളൊരു ചെടിയാണിത്. ഈ ഒരു ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യാനുള്ള കാരണം. എല്ലാ വർഷവും ഒക്ടോബർ, നവംബർ മാസത്തിലൊന്ന് വളം ചെയ്ത് ഇതേപോലെ ക്രോപ്പ് ചെയ്തൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പൂക്കൾ തരും. അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് ചകരിയും പച്ചില വളങ്ങളും പിന്നെ മണ്ണും കൂടി മിക്സ് ചെയ്ത് നല്ലോണം ഇട്ടതിന് ശേഷം നമുക്ക് ബോഗൻവില്ല അതിലേക്ക് എടുത്ത് വെച്ചിട്ട് റെഡിയാക്കി മണ്ണിട്ട് കൊടുക്കാം. അങ്ങനെ അപ്പോൾ ഇത് സെറ്റായി. അപ്പോൾ അത് വീണ്ടും നല്ല രീതിയിൽ തളർത്ത് നല്ല പൂക്കൾ നമുക്ക് തരും. അപ്പോൾ ഈ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ബോഗൻവില്ല ഞാൻ റെഡിയാക്കി മാറ്റി കുഴിച്ചിട്ടു. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഉള്ളത്. അപ്പോൾ ഈ കൊച്ചുകൂടി ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.